ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പിഴല എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ്. അപ്പോൾ റീൽസ് കണ്ടിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ എൻട്രി ഫീ 20 ആണ് പെർ പേഴ്സൺ. അപ്പോൾ നമ്മൾ എൻട്രി ഫീ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ഉള്ളിൽ കയറിയപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്രയും അടിപൊളി സ്ഥലമാണെന്ന് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പം ഇപ്പം വെള്ളമൊന്നും വറ്റി കിടക്കുന്നതുകൊണ്ട് കയാക്കിങ്ങും ബോട്ടിങ് അങ്ങനെ ഒന്നുമില്ലയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെന്തായാലും കയറി അവിടെ കുറേ നേരം ഇരിക്കാമെന്ന് കരുതി. ഭയങ്കര പീസായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. കാരണം കടമ്പ്രയർ പോയ ആൾക്കാർക്ക് മനസ്സിലാവും അവിടെയും അടിപൊളിയാണ്. പക്ഷേ എനിക്കെന്തോ പേഴ്സണലി എനിക്ക് അവിടത്തേനെക്കാട്ടിയും കുറച്ച് അധികം ഇഷ്ടപ്പെട്ടത് ഇവിടെയാണ് കേട്ടോ. കാരണം ആരുടെയും ശല്യങ്ങളൊന്നുമില്ല, ഒച്ചപ്പാടില്ല, നല്ല രസമായിരിക്കാനും. അതുപോലെ തന്നെ ചിൽഡ്രൻസ് പ്ലേ പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളായിട്ട് വരുന്നവർക്ക് അവരെ കളിക്കാൻ വിടാനൊക്കെ അങ്ങനെ എൻജോയ് ചെയ്യാനൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ റെസ്റ്റോറൻറ്റും അങ്ങനെ കുറച്ച് കടകൾ, ഷോപ്പുകൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ, എനിക്കാണെങ്കിൽ നല്ല തലവേദനയായിരുന്നു 2 ദിവസമായിട്ട്. അപ്പോൾ ഞാൻ ആ ഒരു ടയേർഡിലാണ് ഉള്ളത്. പിന്നെ അതൊക്കെ മറന്ന് ഞാനിവിടെ എൻജോയ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്ര അടിപൊളിയായിരുന്നു. തിരിച്ച് പോകുമ്പോൾ ഞാൻ എൻ്റെ തലവേദനയ്ക്ക് എവിടെ പോയിന്ന് എനിക്കറിയത്തില്ല. അത്രയും ഞാൻ ഓക്കെ ആയിട്ടാട്ടോ പോയത്. ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ് പിഴല എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് പോയി നോക്കുക കേട്ടോ. കാരണം എന്നിട്ട് നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ബോറായിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയുക, നല്ലതാണെങ്കിൽ നല്ലത് പറയുക. അപ്പോൾ ഞാനവിടെ ഇങ്ങനെ ഊഞ്ഞാലാടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ചായ കുടിക്കാൻ കയറി. എനിക്ക് കട്ടൻ ചായ മതിയായിരുന്നു. അപ്പോൾ ഞാൻ കട്ടൻ ചായ പറഞ്ഞു. അതുപോലെ തന്നെ കപ്പ ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ആക്കിയത്. അപ്പോൾ കപ്പ ബിരിയാണി ഇപ്പം കൊണ്ടുവരും. അപ്പോൾ ഞാനിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ത്വരയിൽ ഇങ്ങനെ ഇരിക്കുവാണ് ഗൈസ്. അപ്പോൾ കപ്പ ബിരിയാണി കിട്ടി. അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പിന്നെ ഒരു ഫ്രഷ് ലൈമും കൂടി ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും ഈ ഒരു വ്യൂ ഒക്കെ ആസ്വദിച്ച് എനിക്ക് തോന്നുന്നു ആലപ്പുഴ ആ ഒരു ടച്ച് ചെറുതായിട്ടൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വ്യൂ ഒക്കെ ആസ്വദിച്ച് നല്ല ചൂട് കട്ടൻ ചായയും കപ്പ ബിരിയാണിയും കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട് ഗൈസ്. നിങ്ങളത് അവിടെ പോയി തന്നെ നിങ്ങളത് എക്സ്പ്ലോർ ചെയ്യണം. കാരണം ഞാനിത് എത്ര വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ആ ഒരു ക്ലൈമറ്റും ആ ഒരു സെറ്റായിരുന്നു കേട്ടോ. അതുകൊണ്ടായിരിക്കണം അടിപൊളിയായിരുന്നു. എനിക്ക് പറയാൻ അറിയത്തില്ല. അതിപ്പോഴും ഞാൻ മസ്റ്റായിട്ട് ഞാൻ ഒരു തവണ കൂടി പോകും. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഒരു തവണ കൂടി ഞാൻ എന്തായാലും പോവും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് 2 ഐസ്ക്രീം വാങ്ങി. അപ്പോൾ ആ ഐസ്ക്രീമൊക്കെ കുടിച്ച് ചോക്കോബാറും കഴിച്ച് ഞാൻ പോവുകയാണ് ഗൈസ്. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.